ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആനുവൽ ഇവാലുവേഷൻ 2024-25 വർഷത്തെ ഇൻ്റഗ്രേഷൻ ഡേ 3യുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ ഈ വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതേ ഏകദേശം മോഡൽ തന്നെയായിരിക്കും കൂട്ടുകാർക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 12 മുതലാണ് തുടങ്ങുന്നത്. ലെറ്റ്സ് മേക്ക് എ പ്ലേ ഹൗസ്. ഒരു പ്ലേ ഹൗസ് ഉണ്ടാക്കുകയാണ്. ദ ക്രിയേച്ചേഴ്സ് അസംബിൾ അണ്ടർ എ ട്രീ ഇൻ മഞ്ഞണിക്കാട് ബ്രോഡ് പേപ്പർ സ്ട്രോസ് ടു മേക്ക് എ പ്ലേ ഹൗസ്. എന്താണ്? കുറച്ച് ജീവികളെ മഞ്ഞണിക്കാടിലെ ഒരു മരത്തിൻ്റെ തണലിൽ, ഒരു മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അവരെന്താ ഉണ്ടാക്കുന്നത്? ഒരു പ്ലേ ഹൗസ് ഉണ്ടാക്കുകയാണ് പേപ്പർ സ്ട്രോസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്ന പേപ്പർ സ്ട്രോസ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് പേപ്പർ സ്ട്രോസ് ബ്രോട്ട് ബൈ ദം ഇൻ ദ ടേബിൾ. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ആദ്യം ഈ ടേബിൾ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയും വേണം. അപ്പോൾ ഒന്നാമത്തെ ക്രിയേച്ചർ ആയിട്ടുള്ളത് സ്ക്യൂരലാണ്. അത് 100s, 10s, 1s എത്രയാണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 100ഉം 4 10s, 2 1s അഥവാ 142 ആണ് ടോട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി മാംഗൂസ് കൊണ്ടുവന്നിട്ടുള്ളതോ 100ഉം 3 10s അതുപോലെ 1 9ഉമായിരുന്നു. അതെത്രയാണ് കൂട്ടുകാരെ? എത്രയാണ്? 139 ആണല്ലേ, 139. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 139. ഇനി ഫോക്സ് കൊണ്ടുവന്നിട്ടുള്ളത് 10s 2 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ 1s 100ഉം തന്നിട്ടില്ല. ടോട്ടൽ 121 ആണ്. 121ൽ എത്ര 100 ആണുള്ളത് കൂട്ടുകാരെ? 1 ആണല്ലേ. അപ്പോൾ അവിടെ 1 എഴുതി കൊടുക്കുക. എത്ര 1s ആണുള്ളത്? 4 ആണ്. ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 10s 1s നോക്കാൻ അറിയാം അല്ലേ. അഥവാ 124 ആണെങ്കിൽ ഇതിൽ 1 എന്ന് പറയുന്നത് എന്താണ്? 100 ആണ്. 2 എന്ന് പറയുന്നത് 10s ആണ്. 4 എന്ന് പറയുന്നത് 1s ആണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നോക്കൂ, 103 ആണുള്ളത്. അതിൽ 100ഉം 10s 1s നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പാരറ്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പാരറ്റ് കൊണ്ടുവന്നിട്ടുള്ളതിൽ 100 എന്ന് പറയുന്നത് 1 ആണ്. 10s എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. 1s എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ എഴുതേണ്ടത്. ഇനി വി ബോട്ട് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് സ്ട്രോസ്. നോ, ഹൂ ബ്രോട്ട്. ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ളത്? 142 ആണോ, 139 ആണോ, 124 ആണോ, 103 ആണോ? വിച്ച് വൺ ഈസ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ? 142 ആണല്ലേ. അത് ആരാ കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മുടെ സ്ക്യൂരലാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് സ്ക്യൂരൽ എന്നാണ്. ഓക്കെ, ഇനി റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് സ്ട്രോസ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ. ഇവിടെ ഈ ടോട്ടൽ നമ്പേഴ്സ് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിഗ്ഗസ്റ്റിൽ നിന്നും സ്മോളിലേക്കാണ്. ഓക്കെ, സ്മോളിൽ നിന്നും ബിഗിലേക്കുള്ളതിനെ നമ്മൾ അസെൻഡിങ് ഓർഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിഗ്ഗസ്റ്റ് നമ്പർ എത്രയാണ്? 149 ആണ്. ഓക്കെ, 142 ആണ്. 142. ദെൻ അതിന് താഴെയുള്ളത് ഏതാണ്? 139. അതിന് താഴെയുള്ളത് 124. ദെൻ 103. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്തത് ഹൂ ഈസ് ഹൈഡിങ്. ഇവിടെ ഒരാൾ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അത് ആരാണ് നമുക്ക് കണ്ടുപിടിക്കണം. എ ക്രിയേച്ചർ ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇൻ മഞ്ഞണിക്കാട് ഈസ് ഹൈഡിങ് ഇൻ ദ പിക്ചർ. മഞ്ഞണിക്കാടിലെ ന്യൂ ഇയർ സെലിബ്രേഷന് ഒരാൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ആൻസർ ദ ബോക്സസ് ഹാവിൻ ദ കളർ ദ ബോക്സസ് ഹാവിൻ ദ ആൻസേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ക്രിയേച്ചർ. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഏതാണോ ആ ആൻസർ നിങ്ങളിവിടെ കളർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 6 × 2 എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 6 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 12 ആണല്ലേ. അപ്പോൾ ഇവിടെ 12 എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളിവിടെ 12 എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യുക. എവിടെയാണുള്ളത്? ഇവിടെയാണ് 12 ഉള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിന് കളർ കൊടുക്കുക. 12ന് കളർ കൊടുക്കുക. ഇനി അടുത്തത് 9 × 10 ആണ്. 9 × 10 എന്ന് പറഞ്ഞാൽ 90 ആണ്. 19 ഇവിടെയാണുള്ളത്. അപ്പോൾ 90ക്ക് നിങ്ങൾ കളർ കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് കളർ കൊടുക്കുക. ഓക്കെ, കൂട്ടുകാർ നല്ല ഭംഗിയായി കൊടുക്കണം കേട്ടോ. ഇനി അടുത്തത് 7 × 5 ആണ്. 7 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്?
7 × 5 എന്ന് പറഞ്ഞാൽ 35 ആണ്. ഓക്കെ, 35 എവിടെയാണ്? ഇവിടെയാണുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കളർ കൊടുക്കണം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ട് നിറം കൊടുക്കുക. ഇനി അടുത്തത് നോക്കാം. 9 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 9 × 5 എന്ന് പറയുന്നത് 45 ആണ്. ഇവിടെ 45 എവിടെയാണ്? ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെയും നിറം കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് 4 × 10 ആണ്. 4 × 10 എന്ന് പറയുന്നത് 40 ആണ്. 40 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നിറം കൊടുക്കുക. അപ്പോൾ ഇത് ആരായി കൂട്ടുകാരെ? ഇത് ഡിയർ ആണല്ലേ, നമ്മുടെ ഡിയർ ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കൂട്ടുകാർ നല്ല ഭംഗിയിൽ നിറം കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ജലം സംരക്ഷിക്കാം. യാത്രക്കിടയിൽ ചെമ്പൻ പരുന്തു കണ്ട ഒരു കാഴ്ചയുടെ ചിത്രം നോക്കൂ. ഇതാണ് കാഴ്ച എന്ന് പറയുന്നത്. ഇതുപോലെ ജലം മലിനമാക്കുന്ന 4 സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാൻ വേണ്ടി പറ്റും നമുക്ക്? പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് അല്ലേ, പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്, പിന്നെയോ മാലിന്യം നിക്ഷേപിക്കുന്നത്, അതുപോലെ തന്നെ വാഹനങ്ങൾ കഴുകുന്നത്. ഇവിടെ എന്താണ്? കന്നുകാലിയാണ് കഴുകുന്നത്. വാഹനങ്ങൾ കഴുകുന്നതും ഒരു പ്രശ്നം തന്നെയാണ്. ഇനി മലിനജലം ഒഴുക്കുന്നത്. മലിനജലം ഫാക്ടറികളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും ഒക്കെ ഈ പുഴയിലേക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വെള്ളത്തിലേക്ക്, ജലത്തിലേക്കൊക്കെ ഒഴുക്കുന്നതും ഒരു പ്രശ്നം തന്നെയാണ്. ഇനി നിങ്ങളുടെ പ്രദേശത്തുള്ള 2 ജലസ്രോതസ്സുകളുടെ പേരെഴുതുക. ഏതൊക്കെയുണ്ട്? പുഴ അല്ലേ, പുഴ, കുളം, കിണർ, അതുപോലെ തന്നെ വേറെന്തൊക്കെയുണ്ട്? അരുവി. ഇതിൽ ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. പരുന്ത് കണ്ട കാഴ്ചകൾ. മഞ്ഞണിക്കാട്ടിൽ നിന്നും ചെമ്പൻ പരുന്ത് ആകാശത്തിലൂടെ പറന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ചെമ്പൻ പരുന്ത് കണ്ട കാഴ്ചകൾ നോക്കൂ. ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണ് കൂട്ടുകാരെ ചെമ്പൻ പരുന്ത് കണ്ടിട്ടുള്ളത്? ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട് അല്ലേ, ഓട്ടോറിക്ഷ, കാറ്, ജീപ്പ്, കാളവണ്ടി, സ്കൂട്ടർ, ഇതൊക്കെ പോകുന്നതായിട്ടും അതുപോലെ തന്നെ ഒരു തോണി ഒഴുകുന്നതായിട്ടും എന്താ പറയുക, ഒരു ചെറിയ വീടുകളും അതുപോലെ തന്നെ എന്താണ് മൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ആഘോഷം നടക്കുന്ന പ്രതീതി, വയലുകൾ, കുന്ന്, ഇതൊക്കെയാണ് കാണുന്നത്. ചെമ്പൻ പരുന്ത് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ ഇങ്ങനെയുള്ള പിക്ചേഴ്സൊക്കെ നോക്കിയിട്ട് ചെറിയ ചെറിയ സെൻറ്റൻസുകളൊക്കെ എഴുതി പഠിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പേപ്പറാണ്. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.